നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്കുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് സെന്റൻസുകളെ കുറിച്ചാണ്. അപ്പോൾ 4 തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് 4 തരത്തിലുള്ള സെന്റൻസുകൾ. LDCക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, കൃത്യമായിട്ട് കേട്ടിരിക്കുക. ഇംഗ്ലീഷ് ഭാഷയിലെ വാക്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് 4 തരത്തിലുള്ള സെന്റൻസുകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ്. ഏതാണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ്. രണ്ടാമതായിട്ട് വരുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. മൂന്നാമത് ഇമ്പറേറ്റീവ് സെന്റൻസ്. നാലാമത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ആദ്യമേ ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ്, രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, മൂന്നാമത്തത് ഇമ്പറേറ്റീവ് സെന്റൻസ്, നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇനി ഇതിനെ നമ്മൾക്ക് ഈ 4 സെന്റൻസിനെ കുറിച്ച് ഓരോരോ സെന്റൻസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ് എന്നാണ്. അപ്പൊ നമ്മൾ ഒരു സെന്റൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള സെന്റൻസുകളെ കാണാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് സെന്റൻസും ഒന്ന് നെഗറ്റീവ് സെന്റൻസും. ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ ഒരു അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഫർമേഷൻ എന്ന് പറയും. അതായത് ഒരു പ്രസ്താവനയെ നടത്തുന്നതിനായി പറയുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും, പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന. അപ്പോൾ അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണോ എന്നാണ്. നമ്മൾക്ക് പോസിറ്റീവ് സെന്റൻസിനും നെഗറ്റീവ് സെന്റൻസിനും തമ്മിൽ തിരിച്ചറിയാനായിട്ട് അതിനകത്ത് നോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള പദങ്ങൾ ഉണ്ടോ ഇല്ലേ ഒന്ന് കണ്ടു നോക്കണം. അതില്ല എങ്കിൽ അത് പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ ഇതിനകത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഐ ആം എ സ്റ്റുഡന്റ്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, കാരണം അതിനകത്ത് നോട്ടില്ല. അത് നെഗറ്റീവിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ ആം നോട്ട് എ സ്റ്റുഡന്റ്. ഒരു നോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറുന്നതായിട്ട് കാണാം. ഇനി അതൊരു ഫസ്റ്റ് പേഴ്സൺ ആണ്. നമ്മൾ പല ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. ഷീ ഡാൻസസ് വെൽ. അതിനകത്ത് നെഗറ്റീവ് ഇല്ല, ഷീ ആണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഡാൻസ് എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. പക്ഷെ തേർഡ് പേഴ്സൺ സിംഗുലറിൽ നമ്മൾ മെയിൻ വെർബിനോടൊപ്പം എസ്ഒ ഇഎസ്ഒ ചേർത്ത് കൊടുക്കണമെന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് ഷീ ഡാൻസസ് വെൽ എന്ന സെന്റൻസ് അവിടെ വന്നിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇനി അതെങ്ങനെയാണ് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നത്? ഷീ ഡസന്റ് ഡാൻസ് വെൽ ഓർ ഷീ ഡസ് നോട്ട് ഡാൻസ് വെൽ എന്നാണ് പറയുന്നത്. മറന്നുപോയതും തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ ഡസ് എന്ന ഹെൽപ്പിംഗ് വെർബ് വന്നേക്കുന്നത്. മറന്നു പോകാതിരിക്കുക. ഇനി അടുത്തത് ഈ ഡിക്ലറേറ്റീവ് സെന്റൻസിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഹി ഈസ് എ ഡോക്ടർ. അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടർ ആണ്. അത് പോസിറ്റീവ് ആണ്, കാരണം അവിടെ നോട്ടില്ല. നെഗറ്റീവിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഹി ഈസ് നോട്ട് എ ഡോക്ടർ. ഹി ഈസ് നോട്ട് എ ഡോക്ടർ. അദ്ദേഹം ഒരു ഡോക്ടർ അല്ല. അപ്പോൾ തേർഡ് പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് അവിടെ ഈസ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തുന്നതിനായിട്ട് പറയുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ് എന്ന് വിളിക്കുന്നത്. 2 തരത്തിലുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതുകൊണ്ടാണ് പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നോട്ട് എന്ന് പറയുന്ന പദം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് പദങ്ങൾ വരാതിരിക്കും.
അപ്പോഴാണ് നമ്മൾക്കത് പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് പറയാൻ കഴിയുന്നത്. ഇനി ഇന്ററഗേറ്റീവ് സെന്റൻസ്, അസർട്ടീവ് ഡിക്ലറേറ്റീവ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ മറ്റുള്ള ക്ലാസ്സുകൾ നമുക്ക് ദൃഷ്ടി ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകളും കൂടെ കാണാനായിട്ട് പറ്റും. ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെ ഫ്രീ ക്ലാസ്സുകളുണ്ട്, അതിനകത്തും ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ആയതുകൊണ്ടാണ് വളരെ ഷോർട്ട് വേർഷനിൽ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഇതിലേക്കാണ് പോകുന്നത്. ഡിക്ലറേറ്റീവ് അഥവാ അസർട്ടീവ് സെന്റൻസ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അപ്പോൾ ഇന്ററോഗേറ്റ് നമ്മൾ കേട്ട് കാണുന്ന പദത്തിൽ തന്നെ ഉണ്ട് ചോദ്യം ചോദിക്കുക, ഇന്ററോഗേഷൻ. അപ്പോൾ ചോദ്യരൂപത്തിലുള്ള വാക്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്ററോഗേറ്റീവ്. കാരണം നമ്മൾക്ക് സെന്റൻസിന്റെ ഇത് മറന്നു പോകാതെ ഓർത്തിരിക്കാനായിട്ടുള്ള ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ററോഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ അതുമുണ്ട്. എന്താണ്? യേസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് യേസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മളത് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ്, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ അത് നമ്മൾ വളരെ ഷോർട്ടായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ചോദ്യം നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഡു യു ലൈക്ക് കോഫി? നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ? രണ്ടാമത്തെ സെന്റൻസ് കൂടെ നോക്കുക. ഡു യു ഹാവ് എ പെൻ? നിങ്ങളുടെ കയ്യിൽ ഒരു പേനയുണ്ടോ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ആണ് ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ ഇതിൽ ചോദിക്കുന്നത്. അതിനകത്ത് നമ്മൾക്ക് ഉത്തരം എങ്ങനെ കൊടുക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് യെസ് ഓർ നോ, വളരെ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണത്. അപ്പോൾ അതുകൊണ്ടാണ് ഡു യു എന്നുള്ള രീതിയിൽ ഓക്സിലറി വെർബിനെ വെച്ചുകൊണ്ട് അവിടെ നമ്മൾക്ക് ആ ചോദ്യം ചോദിച്ചത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വാട്ട്, വിച്ച്, വൈ, വേർ, വെൻ, ഹൂം, ഹൂസ്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പോൾ അതെല്ലാത്തിനും കൂടെ ഈ പദങ്ങളിൽ തുടങ്ങുന്ന ചോദ്യങ്ങളെ ഈ പദങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങുന്നത്, അതായത് WH വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൗ എന്ന് വെച്ചുകൊണ്ട് തുടങ്ങുന്ന ചോദ്യങ്ങൾ, പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാമല്ലോ. വാട്ട് ഈസ് യുവർ നെയിം? ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, കാരണം ചോദ്യമാണ്. അതുകൊണ്ടാണ് വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? വേർ ഈസ് യുവർ ഹൗസ്? നിങ്ങളുടെ വീട് എവിടെയാണ്? ഇനി നമ്മൾക്ക് ഇതെല്ലാം, അതായത് ഈ പദങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ട് നമ്മളുടെ ഇതെല്ലാം പോകുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ഒരു കാര്യം ഓർത്ത് വെച്ചേക്കേണ്ട പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഇന്ററോഗേഷൻ എന്ന് പറയുമ്പോൾ ചോദ്യമാണ്. രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഒന്ന് ഓക്സിലറി വെർബിൽ തുടങ്ങാം, പിന്നെ ഒന്ന് നമ്മൾ WH വെച്ചോ അല്ലെങ്കിൽ ഹൗ തുടങ്ങിയോ നമുക്ക് ചോദിക്കാം. അതായത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ ക്വസ്റ്റ്യൻസും എന്നൊക്കെ പറയും. അപ്പൊ അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ററോഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെന്റൻസ് ആയിരിക്കും. ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അസർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത്. ഇനി അടുത്തത്, അപ്പോൾ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അഥവാ അസർട്ടീവ് കഴിഞ്ഞു, ഇന്ററോഗേറ്റീവ് കഴിഞ്ഞു. ഇനി മൂന്നാമത് വരുന്നതാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്? നമ്മൾക്ക് ആ ഇമ്പരേറ്റീവ് സെന്റൻസിനെ ഒരു നിർദ്ദേശമെന്നോ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയോ അല്ലെങ്കിൽ ഒരു കമാൻഡോ, ഒരു ആജ്ഞയോ, ഒരു അനുവാദമോ ഒക്കെ ചോദിക്കാനായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഇമ്പരേറ്റീവ് സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇമ്പരേറ്റീവ് സെന്റൻസിനകത്ത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്നായിരിക്കും സാധാരണഗതിയിൽ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിർദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ അഭ്യർത്ഥന ആയിരിക്കാം,
അല്ലെങ്കിൽ അനുവാദമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആജ്ഞയായിരിക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്യങ്ങളെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. ബ്രിങ് മീ എ പെൻ. അതെന്താണ്? അവിടെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണത്, ഒരു പെൻ എടുത്തുകൊണ്ട് വരാനായിട്ട്. പ്ലീസ് ക്ലോസ് ദ വിൻഡോ. അതും നമ്മൾ ഒരു അഭ്യർത്ഥനയാകും, അല്ലെങ്കിൽ അതൊരു കമാൻഡ് ആകാം. ഇനി നമ്മൾക്ക് ഒരു എന്താ പറയുന്നത്, നമ്മൾ ചിലപ്പോൾ പറയാറുള്ളത് മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കാൻ. അതായത് ഓൾവേസ് ബി പൊളൈറ്റ് ടു എൽഡേഴ്സ്. ഓൾവേസ് ബി പൊളൈറ്റ് ടു എൽഡേഴ്സ്. മുതിർന്നവരോട് വളരെ ബഹുമാനപൂർവം ആണ് പെരുമാറേണ്ടത്. നല്ല രീതിയിൽ പെരുമാറണം, മര്യാദയോടുകൂടി പെരുമാറണം എന്ന് അത് കാണിക്കാനാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നാലാമത്തേതായിട്ട് വരുന്നത് എക്സ്ക്ലമേറ്ററി ആണ്. നമ്മളിതിന്റെ ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകേണ്ട, കാരണം LDC പരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് അതിൻ്റെ അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ, അതിന്റെ മെയിൻ ആയിട്ടുള്ള നിയമങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ അത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ പോകുമ്പോൾ വീണ്ടും അതിന്റെ ഗ്രാമറിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പക്ഷെ അത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് അടുത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് പോകാം. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയും, ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മളുടെ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൾച്ചറിൽ നിന്നും വ്യത്യസ്തമാണ്. അവരുടെ രീതിയും കാര്യങ്ങളും അവരെന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഇതൊക്കെ എല്ലാം വ്യത്യസ്തമാണ്, നമ്മളുടെ രീതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ് സാധാരണഗതിയിൽ ഒരാളെ കണ്ടു കഴിയുമ്പോൾ അവരെ കണ്ടുകഴിച്ചുമ്പോൾ ഓ യു ആർ ഹാൻസം, അവിടെ ഒരു ശബ്ദം കൂടെ അവർ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സെന്റൻസിൽ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഈ താഴത്തെ തന്നിരിക്കുന്ന സെന്റൻസ് വേണമെങ്കിൽ എടുത്ത് നോക്കുക. യു ആർ ഹാൻസം, പക്ഷെ എക്സ്ക്ലമേറ്ററി മാർക്കുണ്ട് അവിടെ. നമ്മൾ അവിടെ ഒരു ശബ്ദം, ഒരു ഓ എന്നുള്ള ഒരു ശബ്ദം, ഏതെങ്കിലും ഒരു ശബ്ദം കൊടുത്തുകൊണ്ടായിരിക്കും സാധാരണഗതിയിൽ ഇത് പറയുന്നത്. കാരണം കൊളോക്കിയൽ ആയിട്ട് വരുമ്പോൾ, സംസാര ഭാഷയിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ എല്ലാം കയറി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാകും, മറന്നു പോകണ്ട. ഇൻട്രോഗേഷൻ എന്ന് വെച്ചാൽ ഇൻട്രോഗേഷൻ മാർക്ക് ഉണ്ടാകും, മറന്നു പോകണ്ട. മറ്റേ ഇമ്പരേറ്റീവ് സെന്റൻസോ അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസിനൊക്കെ വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും വരുന്നത് സാധാരണഗതിയിൽ. അതിനകത്ത് പ്രത്യേകിച്ച് മാർക്കുകൾ കണ്ടുപിടിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 4 തരത്തിലുള്ള സെന്റൻസുകളാണ്. ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇന്ററഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അത്ഭുതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അസർട്ടീവ് എന്ന് വെച്ചാൽ സാധാരണ രീതിയിലുള്ള സെന്റൻസുകളെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 4 തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ച് ഈ മോക്ക് ടെസ്റ്റ് 1 ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. There are 4 types of sentence. വാക്യങ്ങൾ 4 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ അസർട്ടീവ് സെന്റൻസ്, ഇന്ററഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഒന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രസ്താവനയാണ്. സാധാരണഗതിയിൽ കൊടുത്തേക്കുന്ന ഒരു പ്രസ്താവനയെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇന്ററഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സജഷനോ അഭ്യർത്ഥനയോ ഇതൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകണ്ട, ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക. 4 തരം സെന്റൻസുകളെ കുറിച്ചും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.